Hello everyone, welcome to Eliza's Cuisine. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ഡിഷാണ്. റവ കൊണ്ട് നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോവുകയാണ്. പല സാധനങ്ങളും യൂസ് ചെയ്ത് അല്ലെങ്കിൽ പല ഐറ്റംസ് യൂസ് ചെയ്തിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കും. ഇന്ന് നമ്മളിവിടെ ഒരു ഹെൽത്തി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് റവയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളത് റവ, പഞ്ചസാര, നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം, മിൽക്ക് പൗഡർ, ഏത് ബ്രാൻഡ് മിൽക്ക് പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പിന്നെ അമൂൽ ഘീ, ഒരു 10 ഏലക്ക, പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് പാലാണ്. ഒരു 750 പാല് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, 750 ml. അത് നമുക്കിനി സിറപ്പ് ഉണ്ടാക്കാൻ നോക്കാം. അതായത് ഒരു 1/2 ലിറ്റർ വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ അതിനകത്ത് നമുക്കൊരു 400 ഗ്രാം പഞ്ചസാര ഇടാം. അപ്പോഴാണ് അതിൻ്റെ ആ സിറപ്പിൻ്റെ തിക്നെസ് കറക്റ്റ് ആവുള്ളൂ. നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് നമുക്കതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. കാരണം ഇളക്കി നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അടി പിടിക്കും. ജസ്റ്റ് പഞ്ചസാര മെൽട്ടാവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു പ്രാവശ്യം മെൽട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 5 മിനിറ്റോളം ഇത് ബോയിലാവണം. ഈ സമയത്ത് നമുക്ക് എന്താണ് നമുക്ക് ഫ്ലേവർ വേണ്ടത് വെച്ചാൽ നമുക്കത് യൂസ് ചെയ്യാം. ഞാനിവിടെ ഏലക്കയാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് സാഫ്രോൺ ഉണ്ടെങ്കിൽ സാഫ്രോൺ ഇടാം. അതിന് ചെറിയ ലൈറ്റ് കളറും വരും, അതൊരു ഭംഗിയായിരിക്കും. യു ക്യാൻ യൂസ് ഇറ്റ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ബോയിൽ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഷുഗർ സിറപ്പ് നമ്മുടെ റെഡിയാവുന്നു. 5 മിനിറ്റ് ബോയിലായി. നമുക്കിത് അടച്ചു വെച്ച് നമുക്ക് ഇനി നമ്മുടെ റവ കൊണ്ട് ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ഹെൽത്തി വെർഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു 750 ml പാലെടുത്തിട്ടുണ്ട് ഞാൻ. എന്ത് മിൽക്ക് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് ഇവിടെ പാക്കറ്റ് മിൽക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു ചെറിയ തീയിനകത്ത് ഒരു മീഡിയം ഫ്ലെയിമിനകത്ത് ജസ്റ്റ് ഒന്ന് ബോയിലാവണം. ബോയിലാവുന്നവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. പാലിവിടെ ബോയിലായി 2 മിനിറ്റ് ബോയിലായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു 1/2 കപ്പാണ് ഞാനിവിടെ മിൽക്ക് പൗഡർ യൂസ് ചെയ്തേക്കണേ. ഒരു 4 ടേബിൾ സ്പൂൺ എന്ന് പറയാം മിൽക്ക് പൗഡർ ഇട്ട് നമ്മൾ അത് സ്റ്റെർ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് ചെറിയ ചെറിയ കട്ട ഒരിക്കലും ആവരുത്. നന്നായിട്ടത് ഡിസോൾവ് ആവണം നമ്മുടെ ഈ മിൽക്കിനകത്ത്. ഇപ്പോൾ ഇത് ഒരു കൈ കൊണ്ട് നമ്മൾ പൗഡർ ഇടുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊന്ന് എല്ലാം കൂടി നന്നായി മിക്സായി വരുമ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഇതിനകത്ത് ഘീ ആണ്. ഒരു 1.5 സ്പൂൺ ഞാൻ ഘീ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് നന്നായി ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. പാൽപ്പൊടി നന്നായി മിക്സായി കഴിഞ്ഞു. ഇനി ഒരു 1.5 സ്പൂൺ ഘീ നമുക്ക് ഈ സമയത്ത് ഇവിടെ ഇടാം. ഘീ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് മിക്സ് ആവണം. ഈ സമയത്ത് 1.5 സ്പൂൺ ഏത് ഘീ വേണമെങ്കിൽ നിങ്ങളുടെ അവിടെ ഏത് ഘീ അവൈലബിൾ, അമൂൽ ഘീ യൂസ് ചെയ്യാം, ബെറ്ററാണ്. ഒരു സോഫ്റ്റ്നെസ് വരാനാണ്. അത് കഴിഞ്ഞ് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊക്കെ ഒരു മീഡിയം ഫ്ലെയിം മതി, ഹൈ ഫ്ലെയിം വെക്കരുത്. നമ്മളൊരു ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിതെല്ലാം പ്രൊസീജിയർ ചെയ്യുന്നത്. നമുക്കത് പതുക്കെ വെന്താൽ മതി. പെട്ടെന്ന് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടിപ്പോൾ നോക്കുമ്പോൾ നന്നായി മിക്സായി കഴിഞ്ഞു. ഘീ ഓവറോൾ മിൽക്കിനകത്ത് ശരിക്കും മെൽട്ടായി. ഇപ്പോൾ നമ്മുടെ മിൽക്ക് പൗഡറും ഘീയും കൂടി എല്ലാം നന്നായി മിക്സായി വന്നപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റവ കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. ഒരു 250 റവ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ നമുക്ക് ഈ പാലിനകത്ത് ഇട്ട് മിക്സ് ചെയ്യണം. ഒരുമിച്ച് ഒരിക്കലും ഇടരുത്, കട്ട പിടിക്കും. കാരണം സൂചിയാണ്, പെട്ടെന്ന് മിൽക്ക് നമ്മുടെ അബ്സോർബ് ആവും. പിന്നെ കുറേശ്ശെയായി നമുക്കിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇളക്കുന്നത് നിർത്തരുത് ഒരിക്കലും.
കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സ്റ്റേജാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതങ്ങനെ കുറുകി കുറുകി ഇങ്ങനെ വരും. നമ്മുടെ പാലിൻ്റെ നമ്മുടെ റവയുടെ എല്ലാം ക്വാണ്ടിറ്റി കറക്റ്റ് ആകുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഒരു സൂചി ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഈ റവ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് ലോ ഫ്ലെയിം തന്നെ ആക്കാം. ഈ സമയത്ത് നമ്മൾ നിർത്താണ്ട് ഇളക്കണം. സൈഡിൽ നിന്ന് എല്ലായിടത്തും ശരിക്കും ഒന്ന് മിക്സ് ആവണം. ഇനി നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം വരും. അത്രയും നേരം നമുക്കതൊന്ന് മിക്സപ്പ് ചെയ്യണം. ആ സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മളത് എടുത്ത് മാറ്റുന്നത്. അപ്പോൾ അതാണ് കറക്റ്റ് സ്റ്റേജ്. അതിൻ്റെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ആ റവ ആ പാലെല്ലാം അബ്സോർബ് ആയി വരുമ്പം ആ സ്റ്റേജ് തന്നെത്താനെ വരും. ക്ഷമയോടെ അത് നമ്മൾ ഒന്ന് ഇളക്കണം. ഇപ്പം പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിന് എടുത്ത് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിത് ശരിക്കും പറയുകയാണെങ്കിൽ തണുക്കാൻ വെക്കണം. ഈ സമയത്ത് ഓഫ് ചെയ്ത് നമുക്ക് 5 മിനിറ്റ് കൂളാൻ വെക്കണം. ഒരു ചെറിയ ചൂടാകുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിനകത്ത് എടുത്തിട്ട് കുഴയ്ക്കണം. അതിൻ്റെ ആ ചെറിയ ചൂടിൽ തന്നെ അത് നമുക്ക് ചെയ്യണം. കൈമ ഒട്ടി വരുന്നില്ല. കൈമ ഒട്ടി വരുവാണെങ്കിൽ ഒരു ലേശം എണ്ണയോ ഗീയോ എന്തെങ്കിലും ഒന്ന് റബ്ബ് ചെയ്ത് നമ്മളതേ ചെറിയ ചെറിയ ബോൾസായിട്ട് അത് നമുക്ക് പെട്ടെന്ന് ആ ചെറിയ ചൂടിൽ തന്നെ നമ്മളത് ചെയ്യണം. തണുത്ത പോകാൻ പാടില്ല. നമ്മളതൊന്ന് കുഴച്ചുവിടാൻ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസാക്കി. ഞാൻ ഇപ്രാവശ്യം കുറച്ച് ചെറിയ ബോൾസാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് സൈസ് എടുക്കാം, യൂസ് ചെയ്യാം. ഏത് സൈസ് വേണമെങ്കിൽ ആവാം. ഞാനിവിടെ ഇപ്രാവശ്യം ചെറിയ ബോൾസാണ് ആക്കിയേക്കുന്നത്. ഇപ്പോൾ ചെറിയ ബോൾസ് ആകുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. നമുക്ക് നന്നായി ഒരു വേവ് കിട്ടും. വലിയ ബോൾസ് ആകുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കുറവായിരിക്കും. എനിക്കിവിടെ ഒരു 25ഓളം കിട്ടിയായിരുന്നു. ഞാൻ ഈ ചെറിയ സൈസാണ് എടുത്തേക്കണേ. ഇത്തിരി ചെറിയ മീഡിയം സൈസാണ് എടുത്തേക്കുന്നത്. കഴിഞ്ഞ് നമുക്കൊരു പാനിനകത്ത് എണ്ണ ചൂടാക്കാൻ വെക്കണം. ഒരു ചെറിയ ചൂടാകുമ്പോൾ നന്നായി പാനിൻ്റെ എണ്ണ നന്നായി ചൂടാവരുത്. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിനകത്ത് എണ്ണ ചൂടായി വരുമ്പോഴേ നമുക്കത് ഇടണം. ഓരോന്നായിട്ട് നമുക്ക് ആ എണ്ണയിനകത്ത് ഇടണം. ഹൈ ഫ്ലെയിം വെക്കരുത് ഈ സമയത്ത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമേ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ അത് പെട്ടെന്ന് വെന്ത് വരും. പിന്നെ അകം വേവില്ല, പുറം അത് ക്രിസ്പിയാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് നമ്മൾ ഈ ഗുലാബ് ജാമുനെ നമുക്ക് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ എണ്ണയ്ക്കകത്ത് ആ കയ്യിലൊന്ന് ഇളക്കിയാൽ മതി. അതെല്ലാം റോളാവും. തന്നെ റോളായി അതായി വരുമ്പോൾ അതൊരു ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ തന്നെത്താനത് പൊന്തി വരും. നമുക്ക് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളൊരു മീഡിയം ഫ്ലെയിം തന്നെ അത് വേവിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിം ഒരിക്കലും വേവിക്കരുത്. പിന്നെ ഉള്ളു വെന്തുണ്ടാവില്ല. ഉള്ളു നമുക്ക് പിന്നെ വേവാതെ ആയിപ്പോവും. ലൈറ്റ് ബ്രൗൺ ആയി വരുന്നു. സമയം കൊടുക്കണം. സമയം കൊടുത്ത് കുറച്ച് ആവണം. ഞാനൊരു 15ഓളം ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. എനിക്കൊരു 10 കൂടി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇടാനുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ, ഒരു ഗോൾഡൻ ബ്രൗൺ ഒരു കളർ വരും. അത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇതേ കണ്ടു, എല്ലാം ഒരേ സെയിം കളറായി. മുകളിൽ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഭയങ്കര മീഡിയം ഫ്ലെയിമിലാണ് ഞാനത്, ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിൽ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഷുഗർ സിറപ്പിനകത്തേക്ക് ഇടുമ്പം ഷുഗർ സിറപ്പിനകത്ത് ഒരു ചെറിയ ചൂട് വേണം. തണുത്തിരിക്കരുത്. തണുക്കുവാണെങ്കിൽ അത് ചെറിയ ചൂടാക്കി നിങ്ങൾ ഈ എണ്ണയിൽ നിന്ന് കോരി ഡയറക്റ്റ് നമ്മൾ ഈ ഷുഗർ സിറപ്പിനകത്ത് ഇടുക. വേറെ എങ്ങോട്ടും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് എണ്ണയിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ഇതിനകത്ത് ഇടുകയാണ്. അപ്പോൾ ആ ചെറിയ ചൂട് വേണം നമുക്ക് എപ്പോഴും. നമ്മുടെ ഈ സിറപ്പ് തണുത്ത് പോകരുത്.
അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് ആ ചെറിയ ചൂടോടെ ഈ നമ്മുടെ എല്ലാ ഗുലാബ് ജാമുനും നന്നായിട്ട് ആ സിറപ്പെല്ലാം ഷുഗർ സിറപ്പിൽ നിന്ന് നന്നായിട്ടത് അബ്സോർബ് ചെയ്ത് സോഫ്റ്റാവും. ഇതൊരു 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇത് ഡിപ്പ് ആക്കി വെക്കുക. അത് കഴിഞ്ഞൊരു 2 മണിക്കൂറിനകത്ത് എടുത്ത് നോക്കുക. നല്ല ടേസ്റ്റി യമ്മി ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റി ആയിരുന്നു, നന്നായി വെന്തിട്ടുണ്ട്, ഉള്ളെല്ലാം വെന്തിട്ടുണ്ട്. അതും ഒരു ഹെൽത്തി വെർഷനാണ്. സോ ട്രൈ ഇറ്റ് ആൻഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.